അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ഇതിപ്പോൾ ഉച്ച സമയമാണ്, ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പം വീട്ടിൽ ഇരുന്ന് വരെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി ചായ കുടിച്ചിട്ട് വരാം. ഏകദേശം ഒരു 10-60 കിലോമീറ്റർ ദൂരെ ഇവിടുന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ദൂരെ പോയി കഴിഞ്ഞാൽ ടുവേർഡ്സ് നമ്മൾ കൊങ്കൺ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് ചിപ്ലൂൺ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ചായയും നല്ല ഉഗ്രൻ മിസൽ പാവും കിട്ടും. അപ്പം എന്തായാലും നമ്മൾ 2-3 മണിക്കൂർ ഫ്രീ ടൈം ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് അവിടെ വരെ പോയി നോക്കാം ചായ മിസൽ പാവ് എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പം പോലെ ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ സെറ്റപ്പ്. ഞാനിപ്പം ഈ ചെറിയ റൈഡിന് കൊണ്ടുവന്ന ഹെൽമെറ്റ്, ഇതാണ് എയർ സീറ്റ്. ഇതില്ലാതെ ഈ വണ്ടിയിൽ നമുക്കൊരു 10-30 കിലോമീറ്റർ പോലും അതിന് കൂടെ പോകാൻ പറ്റത്തില്ല. ഭയങ്കര അസ്ഥിവേദനയാണ് ഫോർ ദാറ്റ് മാറ്റർ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നല്ല ദൂരം നമുക്ക് കോൺക്വർ ചെയ്യാം. പിന്നാണ് നമ്മളുടെ ഇത് ചെറിയൊരു ടാങ്ക് ബാഗ്. അധികമൊന്നുമില്ല, ചില വണ്ടിയുടെ എസെൻഷ്യൽസ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പിന്നെ ഇതൊരു ചെറിയ റൈഡ് ആയിക്കൊണ്ട്, പിന്നെ അൺപ്ലാൻ റൈഡ് ആയിക്കൊണ്ട് നമുക്ക് അറിയത്തില്ല, ഇങ്ങനെ ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. കുറച്ച് ദൂരം പോകാം, കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് നല്ലൊരു ചായ കുടിക്കാം, നല്ലൊരു മിസൽ പാവ് കഴിക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. അപ്പം നമുക്ക് എന്തായാലും റെഡിയായി, വണ്ടിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എയർ സീറ്റിനകത്ത് കാറ്റ് ഇച്ചിരി കൂടുതലാണോ എന്ന് സംശയം. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ അടുത്തൊരു ഗ്യാരേജ് ഉണ്ട്, നമ്മൾ മലയാളിയുടെ തന്നെ, അവിടെ പോയിട്ട് നമുക്ക് ചെയിൻ ഒന്ന് ലൂബ് ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്നും പോണ്ട, പതുക്കെ പോയാൽ പണിയൊന്നുമില്ല. सेटू चेन लूप ചെയ്യണം. नहीं चालू, जस्ट नहीं पड़ेगा तो. ഒന്നും കൊടുക്കണോ? നാളെ വരട്ടെ കൊണ്ട് സാധനം കൊണ്ട് ചെല്ലേ. അപ്പൊ നമ്മൾ എന്തായാലും ഹൈവേ എത്തി. ഇനിയിപ്പോ നമുക്ക് ഡയറക്ട്ലി മൂട്ട ബ്ലോക്ക് സെന്ററിലോട്ട് പോകാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്ലൗസ്. ഇതാണ് ക്രോണോക്സിന്റെ ഗ്ലൗസ്. ദിസ് ഈസ് മൊബൈൽ ഫ്രണ്ട്ലി. അപ്പൊ ഇത് നമുക്ക് സ്ക്രീൻ ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാമറ ടച്ച് ആവാനും ശരി, ഇത് നല്ല സപ്പോർട്ടീവ് ആണ്. പിന്നെ യൂസ് ചെയ്യാനും കുഴപ്പമില്ല, അധികം ബൾക്കിയല്ല. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഡയറക്ട്ലി പോവാം ഓൾഡ് മുംബൈ ഗോവ ഹൈവേ. കഴിഞ്ഞ 16-17 വർഷമായിട്ട് അണ്ടർ കൺസ്ട്രക്ഷനുള്ള ഹൈവേ കാണാൻ നമുക്ക് പോകാം. വേണ്ടേ, അങ്ങനെ പ്രസിദ്ധമായ കഴിഞ്ഞ 16 വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഓൾഡ് മുംബൈ ഗോവ ഹൈവേയിൽ എത്തിക്കുന്നതാണ്. ഈ ഹൈവേ നേരെ വെച്ച് പിടിച്ച സംഗമേശ്വർ വരെ എത്തും. എന്നിട്ട് അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ഗോവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലെഫ്റ്റ് എടുത്താൽ മതി. അതാണ് ഈ ഹൈവേയുടെ ബ്യൂട്ടി. പക്ഷെ ഏറ്റവും പ്രോബ്ലം ഉണ്ട്, ഇത് കഴിഞ്ഞ 10-16 വർഷമായിട്ട് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഈയിടെയാണ് 3-4 കേസ് കുറച്ച് ട്രാക്ഷനെങ്കിലും കിട്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ ഇത് കുറെ ദൂരം നല്ലൊരു, ഇവിടുന്ന് 100-150 കിലോമീറ്ററോളം ഇങ്ങനെ തന്നെ നല്ല പോലെ സിമെന്റ് ഇട്ട റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പാച്ച് വർക്ക് കാണും. അതല്ലാതെ ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിലാണ് ഇത് പണി വെച്ചേക്കുന്നത്. നേരത്തെ ഇത് സിംഗിൾ ലൈൻ ആണ് വരാനും പോകാനും വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് അറ്റ്ലീസ്റ്റ് 4 ലൈൻ ആണ്, 2 ലൈൻ പോകാനും 2 ലൈൻ വരാനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം കുറച്ച് ഇനിയിപ്പോ കുറച്ചും കൂടെ അങ്ങോട്ട് പോകാം. നമുക്ക് കുറച്ചും കൂടെ പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു നല്ല ഢാബ നോക്കിയിട്ട്, അതും മഹാരാഷ്ട്രൻ ഢാബ കേട്ടോ, പഞ്ചാബി ഢാബ അല്ല, നല്ല മഹാരാഷ്ട്രൻ ഢാബ നോക്കിയിട്ട് ഒരു ചായയും കിട്ടുമെങ്കിൽ വടാപ്പാവ് അല്ലെങ്കിൽ മിസൽ പാവ്, ഇത് രണ്ടിൽ ഓരാണ് എന്റെ ലക്ഷ്യം. അതും ചായ കുടിക്കാൻ ഇത്രയും ദൂരം പോകണമെങ്കിൽ ഞാൻ വിചാരിച്ച ചായ മാത്രം ആക്കണ്ട, കടിയും വേണ്ട. ഇതിന് മുകളിൽ നിന്ന് നോക്കുകയാണ് മങ്കി ബ്രിഡ്ജ്. ഇത് ഇവിടുത്തെ മങ്കികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ സൈഡിലോട്ട് ആ സൈഡിൽ പോകാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഈസി പാത്ത്, അതാണ് മങ്കി ബ്രിഡ്ജ്.
അപ്പൊ അടിയന്തരമായിട്ട് നമുക്ക് ഫ്യൂൾ അടിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ടോട്ടലി ബ്ലാങ്ക് ആയിട്ടുണ്ട്, നല്ലപോലെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം റൈറ്റ് സൈഡിൽ ഒരു പെട്രോൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് പെട്രോൾ അടിച്ചിട്ട് വേണം ഈ മുമ്പിലത്തെ കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓക്കെ, ഇവിടുന്ന് റൈറ്റ് ഉണ്ട്, പർട്ടിക്കുലർ ഇല്ല. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് വെച്ചിട്ട് പോവാം. ചാർജ് 400 രൂപ പെട്രോൾ എടുക്കാം. ലിറ്ററായിട്ടൊന്നുമില്ല. ഇപ്പൊ ഇവിടെ 104 രൂപയാണ് പെട്രോളിന്. 400 രൂപയ്ക്ക് നമുക്ക് 3 ലിറ്റർ 54 3.84 ലിറ്റേഴ്സ് പെട്രോളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്കിത് മൊത്തം ട്രിപ്പില് എത്ര റേഞ്ച് കാണിക്കുന്നത്, 100 രൂപ ബാക്കി. ഇതുകൊണ്ട് ഞാൻ ടാങ്ക് ഭാഗം കൊണ്ടുവരണം. ഇത് ഭയങ്കര കൺവീനിയൻറ്റ്, നിങ്ങൾ എടുക്കാനും തിരിച്ചു വെക്കാനും വേണ്ടിയിട്ട്. ഓക്കേ, എന്നാ പിന്നെ നല്ല സിനറി ഉണ്ടല്ലോ മുമ്പിലത്തെ. മഹാരാഷ്ട്രയിൽ ഒരു ഗുണമുണ്ട്, നമ്മൾ എപ്പോഴും സിറ്റി വിട്ട് ഒരു 10-30 കിലോമീറ്റർ വേലി വന്നു കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ സീനറി ആയിരിക്കും. പിന്നെ ഇപ്പൊ മഴയൊക്കെ തീർന്നുണ്ടാ ഇങ്ങനെ, അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് മൊത്തം ഗ്രീൻ അടിച്ച് പ്രകൃതി രമണീയമായിട്ട് ദൈവമേ കാണുന്ന എന്ത് രസമായിരുന്നത്. നമുക്ക് ചായ കുടിക്കാം, വെള്ളം എന്തെങ്കിലും വെച്ച് കുടിക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വെച്ച് പിടിക്കാം. അങ്ങനെ ആയാലും ഷോർട്ട് റൈഡിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കുട്ടൻസ്, ആ ഒരു ഫീലിംഗ് അത് കിട്ടി. അതുകൊണ്ട് ബൈക്കിനോട് നന്ദി, റോഡിനോട് നന്ദി, ദൈവത്തിനോട് നന്ദി, പിന്നെ നിങ്ങളോട് നന്ദി. ഈ ഒരു ഡാബിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ടാങ്ക് ബാഗ്, ഹെൽമെറ്റ്, ഒരു ബോട്ടിൽ വെള്ളം മേടിച്ച്, പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞവരുടെ ഇവിടെ ഇപ്പോൾ മസിൽ പാവ് ഇല്ല. അപ്പോൾ ഞാൻ ഒരു ചായയും 2 വടാപ്പാവും കൂടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതും കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് വെച്ച് പിടിക്കാം. അപ്പോൾ ഇതിപ്പം നല്ല ഒരു ഡീസൻറ്റ് നീറ്റ് ഒരു ഇതാണ്, മാർഷൻസാണ് നടത്തുന്നത്. അപ്പം ഇപ്പോൾ വടാപ്പാവ് എന്ന് പറഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞ് ഞാൻ അന്ന് പിന്നെ ഉണ്ടാക്കി തരാം, നല്ല ചൂട് വടാപ്പാവ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബെസ്റ്റ് എന്തായാലും ഇവ കുടിക്കാം, കഴിക്കാം, എന്നിട്ട് പോകാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഫ്രഷ് വടാപ്പാവും, ഇത് ചട്നി, ഇത് വേറൊരു ചട്നി, ഇത് നമ്മളുടെ ചായ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 70 കിലോമീറ്റർ വണ്ടി ഓടിച്ച് എന്തായാലും വന്നത്. ഇത് കഴിക്കുക, കഴിച്ചിട്ട് പോവാം. അപ്പം ഇപ്പോൾ തിരിച്ചു പോകാൻ നമ്മൾ ഓൾമോസ്റ്റ് റെഡിയാണ്. നമ്മുടെ ബൈക്കെല്ലാം സെറ്റായിട്ടുണ്ട്, ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ഇൻസ്റ്റാ 360 പവർ ഓഫ് ആയിരുന്നു വരാൻ നേരത്ത്. അപ്പം നമ്മളിപ്പോൾ പവർ കൊടുത്ത് ഇതിനെ ചാർജ് ചെയ്യുന്നത്. ആ ഒക്കെ കാര്യത്തിന് നമ്മുടെ ഡ്യൂക്ക് കുട്ടപ്പനാണ്. നല്ല നല്ല ക്വാളിറ്റിയിലെ ചാർജറാണ് ആക്ച്വലി. അത് ടൈപ്പ് സി ആണ്, ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ് ഇവിടെയും ചെയ്തേക്കുന്നത്. പവർ ഔട്ട്പുട്ടും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു 30-40% ചാർജ് ആയിക്കോളും. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പവറിലത് ചാർജ് ആവും. അപ്പോൾ അതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ഓൾമോസ്റ്റ് വൈകുന്നേരമായി. ഇതാണ് ഹൈവേ. തിരിച്ചു പോകണമെങ്കിലും പിടിക്കും 1-1.25 മണിക്കൂർ. അപ്പോൾ ഈ ചായയും നാസ്തയും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചായയും നാസ്തയും അല്ലായിരുന്നു, അതൊക്കെ ഒരു കാരണമല്ലേ. നമുക്ക് വണ്ടി ഓടിക്കാൻ
കിട്ടുന്ന അവസരം, അതാണ് അതിൻ്റെ എന്താ പറയണേ ഗുട്ടൻസ്. അപ്പം ഈ ഹോട്ടലിൽ തന്നെ വാഷ്റൂമാണ് ഉണ്ട് ഈ സൈഡിൽ. പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈവേയിൽ മിക്ക സ്ഥലത്തും, അതിൻ്റെയും ഇവിടെ കാണാനും പറ്റും. ഇപ്പം എന്നാലും നമുക്ക് തിരിച്ചു പോകേണ്ടത് ഈ റോഡിൽ കൂടെയാണ്. ഇനിയിപ്പം ക്ലൈമറ്റൊക്കെ നല്ലതായിട്ടുണ്ട്, നല്ല തണുത്ത് തുടങ്ങിയിട്ടുണ്ട് ക്ലൈമറ്റ്. അപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് ഇനിയും വീട്ടിലോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇരുട്ടായി, ഇനിയിപ്പോ വീട്ടിൽ എത്താൻ സമയമായി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോയുടെ മാധ്യത്തോടെ നമുക്ക് പിന്നെയും കാണാം. അപ്പത്തേക്ക് ബൈ.